ഇന്ത്യൻ മാർബിൾ പോളിഷ് ചെയ്യുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. മാർബിൾ വിരിച്ചതിന് ശേഷം പോളിഷ് ചെയ്യുന്നതിന് മുമ്പ് 3 പ്രാവശ്യം റഫ് അടിച്ചിട്ട് ഒന്ന് ലെവലിംഗ് ചെയ്ത് തേച്ചെടുത്ത് അപ്പോക്സി ഇട്ടിട്ട് വെക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല കാര്യമാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ ഇന്റീരിയർ വർക്ക് കാര്യങ്ങൾ ചെയ്യുമ്പോൾ വർക്കേഴ്സൊക്കെ നടന്നു പോകുള്ളൂ. ആ നടന്നു പോകുന്ന സ്ഥലത്ത് ഒരുപാട് കച്ചറ കാര്യങ്ങൾ അത് ഇത് മണ്ണ് ഒക്കെ പിടിക്കാൻ സാധ്യതയുണ്ട്. വളരെ കൂടുതലാണ് സ്ക്രാച്ച് കാര്യങ്ങൾ, പിന്നെ അതുപോലെ ഗമ്മ് മറിഞ്ഞുണ്ടാകുന്ന വിഷയങ്ങൾ അതൊന്നും എന്താവില്ല, പിന്നീട് പോകില്ല. അത് ഈ അപ്പോക്സി ഇട്ട് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും അതിന് മേലെ നടക്കുകയോ വർക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കെമിക്കൽസോ പിന്നെ ഗമ്മ് പോലത്തെ ഐറ്റംസ് എന്തെങ്കിലും മറിഞ്ഞാൽ തന്നെ നെക്സ്റ്റ് പോളിഷിന്റെ സമയത്ത് എന്താണ് എല്ലാം ഇളകിപ്പോകും, ഒരു വിഷയവുമില്ല. അതുകൊണ്ടാണ് ഈ അപ്പോക്സി ഇട്ട് വെക്കാന്ന് പറയുന്നത്. അപ്പോക്സി ഇട്ട് വെക്കാന്നുള്ളത് ഒരു ചെലവാണ്, ഒരു ചെലവുണ്ട്, എക്സ്ട്രാ ഒരു ചെലവുണ്ട്. അപ്പൊ ആ ചെലവ് ഭരിച്ചൊരു ചെലവ് എക്സ്ട്രാ വരുന്നത് കൊണ്ട് ചില വീടുകളിൽ എന്തില്ല ചെയ്യലില്ല, ചെയ്യണ്ട വേണ്ട, പിന്നീട് ലാസ്റ്റ് ടൈമിൽ ഒന്നിച്ച് ചെയ്താൽ മതി എന്നൊക്കെ പറയും. പക്ഷെ അതിനേക്കാൾ മുമ്പ് ചെറിയൊരു ചെലവ് വന്നാലും ഏറ്റവും ഉപകാരമുള്ളത് ഈ അപ്പോക്സി ഇട്ട് വെക്കലാണ്. ഇന്ത്യൻ മാർബിൾ പോളിഷ് ചെയ്യുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. മാർബിൾ വിരിച്ചതിന് ശേഷം പോളിഷ് ചെയ്യുന്നതിന് മുമ്പ് 3 പ്രാവശ്യം റഫ് അടിച്ചിട്ട് ഒന്ന് ലെവലിംഗ് ചെയ്ത് തേച്ചെടുത്ത് അപ്പോക്സി ഇട്ടിട്ട് വെക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല കാര്യമാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ ഇന്റീരിയർ വർക്ക് കാര്യങ്ങൾ ചെയ്യുമ്പോൾ വർക്കേഴ്സൊക്കെ നടന്നു പോകുള്ളൂ. ആ നടന്നു പോകുന്ന സ്ഥലത്ത് ഒരുപാട് കച്ചറ കാര്യങ്ങൾ അത് ഇത് മണ്ണ് ഒക്കെ പിടിക്കാൻ സാധ്യതയുണ്ട്. വളരെ കൂടുതലാണ് സ്ക്രാച്ച് കാര്യങ്ങൾ, പിന്നെ അതുപോലെ ഗമ്മ് മറിഞ്ഞുണ്ടാകുന്ന വിഷയങ്ങൾ അതൊന്നും എന്താവില്ല, പിന്നീട് പോകില്ല. അത് ഈ അപ്പോക്സി ഇട്ട് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും അതിന് മേലെ നടക്കുകയോ വർക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കെമിക്കൽസോ പിന്നെ ഗമ്മ് പോലത്തെ ഐറ്റംസ് എന്തെങ്കിലും മറിഞ്ഞാൽ തന്നെ നെക്സ്റ്റ് പോളിഷിന്റെ സമയത്ത് എന്താണ് എല്ലാം ഇളകിപ്പോകും, ഒരു വിഷയവുമില്ല. അതുകൊണ്ടാണ് ഈ അപ്പോക്സി ഇട്ട് വെക്കാന്ന് പറയുന്നത്. അപ്പോക്സി ഇട്ട് വെക്കാന്നുള്ളത് ഒരു ചെലവാണ്, ഒരു ചെലവുണ്ട്, എക്സ്ട്രാ ഒരു ചെലവുണ്ട്. അപ്പൊ ആ ചെലവ് ഭരിച്ചൊരു ചെലവ് എക്സ്ട്രാ വരുന്നത് കൊണ്ട് ചില വീടുകളിൽ എന്തില്ല ചെയ്യലില്ല, ചെയ്യണ്ട വേണ്ട, പിന്നീട് ലാസ്റ്റ് ടൈമിൽ ഒന്നിച്ച് ചെയ്താൽ മതി എന്നൊക്കെ പറയും. പക്ഷെ അതിനേക്കാൾ മുമ്പ് ചെറിയൊരു ചെലവ് വന്നാലും ഏറ്റവും ഉപകാരമുള്ളത് ഈ അപ്പോക്സി ഇട്ട് വെക്കലാണ്.